Hi friends, welcome back to our classes. ഇന്നൊരു സംഭവം പറഞ്ഞു തുടങ്ങാം നമുക്ക്. One day in the evening, the school was about to disperse. അപ്പോൾ നിങ്ങൾക്ക് സമയം അറിയണം. സമയം അറിയാൻ വേണ്ടി നിങ്ങളൊരു ഫ്രണ്ടിനോട് ചോദിച്ചു, എടാ സമയം എന്തായി? കഴിഞ്ഞ് 58 മിനിറ്റായി. 2 മിനിറ്റോടെ കഴിഞ്ഞാൽ സ്കൂൾ വിടും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നടക്കുന്ന സമയത്ത് വേറൊരുത്തൻ അവൻ്റെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വാച്ചൊക്കെ കിട്ടിയ ഒരാൾ നടക്കുന്നുണ്ട്. അപ്പോൾ അയാളോട് ചോദിച്ചു, സമയം എത്രയായി? അപ്പോൾ അയാൾ പറയാണ് 3 മണി കഴിഞ്ഞ്, കേൾക്കണേ, 3 മണി കഴിഞ്ഞ് 45 മിനിറ്റും 32.8 സെക്കൻഡുമായി എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയുണ്ടോ സമയം എന്നൊക്കെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ബെല്ലടിച്ച് സ്കൂൾ വിട്ട്. നിങ്ങൾക്ക് എന്താ മനസ്സിലായേ ഈ രണ്ടാളുകളുടെ കയ്യിലുള്ള വാച്ചിനെ കുറിച്ച്? ഇവിടെ ആരുടെ കയ്യിലുള്ള വാച്ചാണ് നല്ല വാച്ച്? നമ്മളിവിടെ സമയം അളക്കുകയാണ്. അപ്പം നമുക്ക് ഏത് അളവുകളാണെങ്കിലും ദോസ് മെഷർമെൻറ്റ്സ് മസ്റ്റ് ബി ആക്യുറേറ്റ് ആൻഡ് പ്രിസൈസ്. ഒരു മെഷർമെൻറ്റിന് ഈ 2 ക്വാളിറ്റി ഉണ്ടാവണം. ഏതൊക്കെയാണ്? ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തിനെയാണോ അളക്കുന്നത് അതിനോട് ഏറ്റവും അടുത്ത് കിട്ടുന്ന വാല്യൂ ഉള്ള മെഷർമെൻറ്റാണ് ആക്യുറേറ്റ് മെഷർമെൻറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്കൂൾ വിട്ട് എന്ന് വെച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഓഫ് ദീസ് 2 മെഷർമെൻറ്റ്സ് വിച്ച് ഈസ് മോർ ആക്യുറേറ്റ്? ദ ഫസ്റ്റ് വൺ ഈസ് മോർ ആക്യുറേറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തേത് ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രിസിഷനാണ്. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ നല്ല ഉപകരണം ഉപയോഗിച്ച് കൂടുതൽ കൃത്യതയോടെ അളക്കുന്നതിനെയാണ് നമ്മൾ പ്രിസൈസ് മെഷർമെൻറ്റ് എന്ന് പറയാം. ഈ രണ്ടാമത്തെ മെഷർമെൻറ്റ് നോക്കിക്കേ, 45 മിനിറ്റ് കഴിഞ്ഞ് 32 അങ്ങനെയൊക്കെ ഭയങ്കര കാൽക്കുലേഷനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത്രയും കൃത്യതയോടെ അളക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ദ ഫസ്റ്റ് മെഷർമെൻറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ആൻഡ് ദ സെക്കൻഡ് മെഷർമെൻറ്റ് ഈസ് മോർ പ്രിസൈസ്. ഇനി ഐഡിയലി എ മെഷർമെൻറ്റ് ഷുഡ് ബി ബോത്ത് ആക്യുറേറ്റ് ആൻഡ് പ്രിസൈസ്. അപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ശരിക്കും 4 മണിയുടെ അടുത്തായിരുന്നു സമയം ഉണ്ടായിരുന്നത്, 3:58 സമയം. അപ്പോൾ ഇയാൾ ആക്യുറസി കുറവാണ്, ഇയാൾക്ക് പ്രിസിഷനും കുറവാണ്. ഒരു കൃത്യമായ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാണ്? ആക്യുറസിയും പ്രിസിഷനും ഉൾക്കൊള്ളുന്നതായിരിക്കണം നല്ല മെഷർമെൻറ്റ്. ഇനി നമുക്ക് അളവുകളുടെ ഒരു രസം അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ സ്കൂളിൽ ചെയ്ത ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാം. എക്സ്പെരിമെൻ്റ് ഒന്നും പറയാനില്ല, കുട്ടികളോട് അവരിയ്ക്കുന്ന അവരുപയോഗിക്കുന്ന ടേബിളിൻ്റെ വിഡ്ത്ത് സാധാരണ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്ന അളവുകൾ ഞാനിവിടെ എഴുതുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചെഴുതണേ. ഒരു കുട്ടി പറഞ്ഞു 44.5 സെൻറ്റിമീറ്ററാണ് വിഡ്ത്ത് എന്ന്. രണ്ടാമത്തെ കുട്ടി പറയുന്നത് 44 സെൻറ്റിമീറ്ററാണ്. മൂന്നാമത്തെ കുട്ടി പറയുന്നത് 44.3 നാലാമത്തെ കുട്ടി പറയുന്നത് 43 ആണ്. അഞ്ചാമത്തെ കുട്ടി പറയുന്നത് 45 സെൻറ്റിമീറ്റർ ആണെന്നാണ്. അപ്പോൾ ഒരു കുട്ടികളോട് 5 കുട്ടികൾ ഒരു ടേബിളിൻ്റെ മെഷർമെൻ്റ് എടുത്തു, വിഡ്ത്ത് എടുത്തു. ശ്രദ്ധിക്കണേ, ഇതെല്ലാം മെയ്ഡ് ബൈ ദ സെയിം കാർപ്പൻ്റർ യൂസിങ് ദ സെയിം മെഷർമെൻറ്റ്സ് ആൻഡ് വി ഇമാജിൻ ദാറ്റ് ഓൾ ദ സൈഡ്സ് ഓഫ് ദി ടേബിൾ ഹാസ് ദി സെയിം വിഡ്ത്ത് എന്ന് നമ്മൾ കരുതുകയാണ്. അപ്പോൾ കുട്ടികൾ അളന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ വ്യത്യാസം വരാൻ കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ശരിക്കും ഈ ടേബിളിൻ്റെ വിഡ്ത്ത് എത്രയാണ്? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും ഒരേ വിഡ്ത്തിലാണ് ടേബിൾ എന്ന് സങ്കല്പിച്ചാൽ കുട്ടികളുടെ മെഷർമെൻറ്റിൽ എറർ സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? വി ആർ നോട്ട് സർട്ടൻ വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ടേബിൾ. വെൻ യു ആർ നോട്ട് സർട്ടൻ അബൌട്ട് എ മെഷർമെൻറ്റ് വി സേ ദർ ഈസ് ആൻ എറർ ഇൻ ദ മെഷർമെൻറ്റ്. എന്താണ്? എറർ ഉണ്ട് എന്നാണ് നമ്മൾ പറയുക. ആ എറർ എന്ന കാര്യമാണ് ഇന്ന് നമ്മൾ വളരെ സയൻറ്റിഫിക്കായിട്ട് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, പരീക്ഷയ്ക്കും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത്. ഇനി ഈ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ എറർ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക്, തെറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ആ രീതിയിലല്ല പറയുക.
നിങ്ങളൊരു മെഷർമെൻറ്റ് നടത്തി അതിനകത്ത് കൃത്യത കുറവുണ്ട്. ആ കൃത്യത കുറവിനെയാണ് നമ്മൾ എറർ എന്ന് പറയുക. മീൻസ് an error is an uncertainty in measurement. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ 5 പേര് അളന്നിട്ട് 5 തരം വാല്യൂസ് പറയുമ്പം ഇവിടെ കുറച്ച് മാഗ്നിഫൈഡ് ആണ് വാല്യൂസ്. അത് ഞാൻ കുറച്ച് കുട്ടികൾ പറഞ്ഞ വാല്യൂ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി, കാരണം നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും ഇവിടെ നമ്മളിനി അപ്പോൾ എന്താണ് ചെയ്യുക? ഇതിലേതാണ് ശരിയായ വാല്യൂ നമുക്കറിയില്ല, ആരെയും നമുക്ക് അവിശ്വസിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇങ്ങനെ വ്യത്യസ്ത വാല്യൂസ് കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ആവറേജ് വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മളതൊരു പഠനത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുന്ന സമയത്ത് ഈ എററിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതിൻ്റെ 5 ടേംസ് നമ്മൾ പഠിക്കണം. ഹൗ മെനി ടേംസ് ആർ ദർ? 5 ഇമ്പോർട്ടൻറ്റ് ടേംസ് ആർ ദർ റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് എറേഴ്സ്. ആ 5 ടേംസാണ് നമ്മളിന്ന് പഠിക്കുക. നിങ്ങളത് നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ ടേമാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ടേം എന്താണ്? ആ ടേം മീൻ വാല്യൂ. മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇഫ് യു ഹാവ് സം 5 measurements, how do you find the average value or mean value? You just add up all these numbers and divide it by the number of elements you have. You have 1, 2, 3, 4, 5. So what you will do is you add up all these 5 numbers and divide it with 5. You will get the true value or average value. You will get the mean value or average value as, which is our first scientific term to study, that is 44.16 centimeter. Don't forget to write the unit centimeter. So that is the mean value or average value. So you studied the first term and now you know how to calculate that first term. Now to the second term. ഇപ്പോൾ ഇതാണ്, if this is the actual width, you see that value is not at all there. ഇനി ഉണ്ടെങ്കിലും 5 എണ്ണത്തിലും അപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ല, മിസ്റ്റേക്ക് അല്ല, എറർ വന്നിട്ടുണ്ട്. There is, we say, error in each of these 5 values. Okay. ഇനി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടേം പഠിക്കുകയാണ്. രണ്ടാമത്തെ ടേം എന്താണെന്ന് അറിയുമോ? അബ്സല്യൂട്ട് എറർ. എന്താണ് അബ്സല്യൂട്ട് എറർ? ഇനി അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഓരോ മെഷർമെൻറ്റിലും സംഭവിച്ചിരിക്കുന്ന എററാണ് അബ്സല്യൂട്ട് എറർ. എങ്ങനെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നതെന്നറിയോ? നിങ്ങൾക്ക് കിട്ടിയ മീൻ വാല്യൂവും ഈ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അബ്സല്യൂട്ട് എറർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിക്കോ. ദി അബ്സല്യൂട്ട് എറർ ഇൻ ദ ഫസ്റ്റ് മെഷർമെൻറ്റ് ഈസ്, അബ്സല്യൂട്ട് എറർ ഇൻ ദ ഫസ്റ്റ് മെഷർമെൻറ്റ് ഈസ്, എങ്ങനെയാണ് നിങ്ങളത് കണ്ടുപിടിക്കുന്നത്? നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ വാല്യൂ 44.16 മൈനസ് നിങ്ങളുടെ മെഷർമെൻറ്റ് 44.5. ഈ ഡിഫറൻസാണ് എന്ത്? ഈ വാല്യൂവിലെ അബ്സല്യൂട്ട് എറർ. അത് കണ്ടുപിടിച്ച് നോക്കിക്കേ. എത്രയാണ് കിട്ടുന്നത്? 0.34. ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? അബ്സല്യൂട്ട് എറർ ഇൻ ദ ഫസ്റ്റ് മെഷർമെൻറ്റ്. അങ്ങനെയെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദി അബ്സല്യൂട്ട് എറർ ഇൻ ദ സെക്കൻഡ് മെഷർമെൻറ്റ്. ചെയ്ത് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വാല്യൂസിൻ്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്ന സമയത്ത് ചില ബുക്കുകളിൽ ഈ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ട്രൂ വാല്യൂയിൽ നിന്ന് ആ മെഷർമെൻറ്റ് കുറയ്ക്കുകയാണ് ചെയ്തത്. ഇനി നേരെ തിരിച്ചു എടുക്കാം. അതായത് ആ വ്യത്യാസം കണ്ടാൽ മതി. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ചിഹ്നങ്ങൾ വരുന്നത് നിങ്ങൾ ഒഴിവാക്കിയേക്കുക. അത് ഇടേണ്ട ആവശ്യമില്ല. അതിവിടെ എഴുതുമ്പോൾ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അബ്സല്യൂട്ട് എററിനെ കുറിച്ച് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ സൈൻ പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ രണ്ടാമത്തേൻ്റെ കണ്ടുപിടിച്ചോ. അബ്സല്യൂട്ട് എറർ ഇൻ ദ സെക്കൻഡ് മെഷർമെൻറ്റ് 0.16. ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാനിവിടെ എഴുതാം. ഞാൻ എഴുതിയ വാല്യൂസ് ശരിയാണോ നോക്കിക്കുക എല്ലാവരും.
എല്ലാം ചെക്ക് ചെയ്തില്ലേ? ശരിയല്ലേ എല്ലാം? ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടൈം പഠിച്ചു. ഇപ്പം 2 ടേംസായി, മീൻ വാല്യൂ ആൻഡ് അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് മെഷർമെൻറ്റ്. ഇനി മൂന്നാമത്തെ കാര്യം. അപ്പോൾ ഇത് അബ്സല്യൂട്ട് എറർ ആണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയോ? അത് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവും. മീൻ അബ്സല്യൂട്ട് എറർ. എന്താണ് മീൻ അബ്സല്യൂട്ട് എറർ? അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? മീൻ അബ്സല്യൂട്ട് എറർ അതെങ്ങനെയായിരിക്കും അപ്പോൾ കണ്ടുപിടിക്കുന്നത്? യു ഹാവ് ഓൾ ദി അബ്സല്യൂട്ട് എറേഴ്സ്, അതിൻ്റെ മീനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്താൽ മതി? യു ആഡ് അപ്പ് ഓൾ ദി അബ്സല്യൂട്ട് എറേഴ്സ് ആൻഡ് ഡിവൈഡ് വിത്ത് 5. മീൻ അബ്സല്യൂട്ട് എറർ എത്രയാണ് കിട്ടിയത്? എല്ലാത്തിനെയും കൂടെ കൂട്ടുക, 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? മീൻ അബ്സല്യൂട്ട് എറർ ഇസ് ഈക്വൽ ടു 0.528 സെൻറ്റിമീറ്റർ. യൂണിറ്റ് ഉണ്ട്. എന്ത് യൂണിറ്റിലാണോ ഈ അളവുകളുള്ളത്, ദ സെയിം യൂണിറ്റ് ഈസ് റിപ്പീറ്റഡ് ദർ. സോ യു ഗോട്ട് ഇറ്റ് ആസ് 0.528 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഈ ടേബിളിൻ്റെ മെഷർമെൻറ്റ് വിഡ്ത്ത് എങ്ങനെ എഴുതുന്നതെന്ന് അറിയോ? ഇങ്ങനെ എഴുതുക. വിഡ്ത്ത് W ഇസ് ഈക്വൽ ടു ഈ വാല്യൂ, ട്രൂ വാല്യൂ 44.16 പ്ലസ് ഓർ മൈനസ് ഈ വാല്യൂ 0.528 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ എഴുതുക. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ വാല്യൂ ഈ 44.16 മൈനസ് ഈ സംഖ്യ അതൊന്ന് കണ്ടുപിടിച്ച്. 44.16 മൈനസ് ആ നമ്പർ അതെത്രയാണ്? 43.632. 632നും ഇത് കൂട്ടുന്നത് കണ്ടുപിടിക്കുക. അപ്പോൾ 44.688 എന്ന് വെച്ചാൽ നമ്മൾ അറിയേണ്ടത് ഈ ടേബിളിൻ്റെ വിഡ്ത്ത് ശരിക്കും 43.632നും 44.688നും ഇടയിലായിരിക്കും. ഇത് നേരത്തെ ആ വാച്ചിൻ്റെ കാര്യം പറഞ്ഞൊരു പ്രശ്നം ഇവിടെയുണ്ട്. നമ്മളുടെ അളവുകൾ കഴിഞ്ഞില്ലേ, അളവുകളിൽ ഡെസിമൽ പോയിൻറ്റിൻ്റെ ഒരു സംഖ്യയേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇവിടെ ഒരു സംഖ്യ മതി. ഇത് അത്ര കൃത്യത കുറഞ്ഞ സംഖ്യകളാണ് ഈ രണ്ടെണ്ണം. നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ദ വിഡ്ത്ത് ഓഫ് ദ ടേബിൾ ഈസ് ബിറ്റ്വീൻ 43.6 ആൻഡ് 44.6 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുക. ഇങ്ങനെയാണ് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുക, ഈ രീതിയിൽ. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റിൽ വരുന്ന എററുകളെക്കുറിച്ച് ആ എററിൻ്റെ രീതി പഠിക്കാൻ വേണ്ടിയിട്ട് 2 ടേംസ് കൂടെ നമുക്കുണ്ട്. അത് ആണ് 4ാമത്തെ ടേം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് റിലേറ്റീവ് എററാണ്. റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. നോക്കണേ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മീൻ അബ്സല്യൂട്ട് എററിനെ ട്രൂ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റിലേറ്റീവ് എറർ ഇസ് ഈക്വൽ ടു മീൻ അബ്സല്യൂട്ട് എറർ, അതായത് 0.528 ഡിവൈഡഡ് ബൈ 44.16. ഇതെത്രയാണ് കിട്ടുന്നതെന്ന് നോക്കിക്കേ. ദിസ് ഈസ് ഈക്വൽ ടു 0.01 അഡ്ജസ്റ്റ് ചെയ്ത് പറ 2 അല്ലേ? 2. ബാക്കിയുള്ള അങ്ങോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണത്, റൗണ്ടഡ് ഓഫ്. ഓക്കെ. ഇനി ഈ റിലേറ്റീവ് എററിനെ വേറൊരു പേരും കൂടെ വിളിക്കും. അത് നമ്മൾ ഫ്രാക്ഷണൽ എറർ എന്നാണ്. എന്താണ്? ഫ്രാക്ഷണൽ എറർ. റിലേറ്റീവ് എറർ ഈസ് ഓൾസോ കോൾഡ് ആസ് ഫ്രാക്ഷണൽ എറർ. എന്താണ് ഈ ഫ്രാക്ഷണൽ എറർ അല്ലെങ്കിൽ റിലേറ്റീവ് എറർ എന്ന് നന്നായി മനസ്സിലാക്കണം. യു മെഷേർഡ് സം ലെങ്ത് as 44.16. In that measurement you have an error of 0.528. അപ്പോൾ ആ എററിനെ ടോട്ടൽ വന്ന എററിനെ ടോട്ടൽ എടുത്ത അളവുമായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും?
എന്തായിരിക്കും അത്? ഇങ്ങനെ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ 100 മിഠായി കൊണ്ടുവന്നിരിക്കട്ടെ, 100 സ്വീറ്റ്സ്. ക്ലാസ്സിൽ 50 പേരാന്നിരിക്കട്ടെ, അപ്പോൾ ഒരാൾക്ക് എത്ര മിഠായി കിട്ടും? 100 ഡിവൈഡഡ് ബൈ 50 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന അളവാണ് ഈ രീതിയിൽ കണ്ടുപിടിക്കുക. അപ്പോൾ 44.16 അളന്നപ്പോൾ ഇത്രയും എറർ ഉണ്ട്. അപ്പോൾ ആ ടോട്ടൽ വന്ന എററിനെ ആ മെഷർമെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ നിങ്ങൾക്ക് കിട്ടുക? ദിസ് ഈസ് ദ എറർ ദാറ്റ് യു വിൽ മേക്ക് ഇഫ് യു മെഷർ 1 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ അളക്കുമ്പോൾ വരുന്ന എററാണ് ശരിക്കും എന്ത്? റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ. ആ ആശയം മനസ്സിലാക്കി വെച്ചാൽ മതി. പരീക്ഷയ്ക്കൊന്നും നമുക്കത് അത്ര പ്രധാനപ്പെട്ടതല്ല. ഇനി അടുത്ത കാര്യം, പക്ഷേ അടുത്ത ആശയം മനസ്സിലാക്കാൻ ഇത് നല്ലതാണ്. അപ്പോൾ ഫ്രാക്ഷണൽ എറർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് പെർസെൻറ്റേജ് എറർ. എന്താ പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ? പെർസെൻറ്റേജ് എറർ നമുക്ക് ആ കോമൺ സെൻസിന് മനസ്സിലാവും. ഇവിടെ നമ്മൾ പറഞ്ഞു 1 സെൻറ്റിമീറ്റർ അളക്കുമ്പോൾ ഉണ്ടാകുന്ന എററാണ് റിലേറ്റീവ് എറർ എന്ന്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എറർ എന്തായിരിക്കും? 100 സെൻറ്റിമീറ്റർ അളക്കുമ്പോൾ ഉണ്ടാകുന്ന എററാണ് പെർസെൻറ്റേജ് എറർ. അതെങ്ങനെയായിരിക്കും നമ്മളപ്പോൾ കണ്ടുപിടിക്കുക? റിലേറ്റീവ് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ഫോർമുലയായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: മീൻ അബ്സല്യൂട്ട് എററിനെ ട്രൂ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? പെർസെൻറ്റേജ് എറർ. അപ്പോൾ ഇവിടെ കിട്ടുന്ന പെർസെൻറ്റേജ് എറർ കിട്ടാൻ വേണ്ടി ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1.2% എന്ന് നിങ്ങൾക്ക് കിട്ടും. ശരിയല്ലേ? നിങ്ങൾ ഈ വാല്യൂ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അതായത് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഇറ്റ് ദിസ് വേ യു ക്യാൻ റൈറ്റ് ഇറ്റ് ദിസ് വേ ഓൾസോ. ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. എങ്ങനെ? 44.16 പ്ലസ് ഓർ മൈനസ് 1.2% സെൻറ്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഒരു മെഷർമെൻറ്റ് എഴുതുമ്പം ഈ രീതിയിലാണ് കൃത്യത വരുത്തി എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് 5 ടേംസ് പഠിച്ചു. എന്തുമായി ബന്ധപ്പെട്ടതാണ്? എററുമായി ബന്ധപ്പെട്ടതാണ്. വി ഹാവ് എ ക്വിക്ക് റിവിഷൻ. അപ്പോൾ ഏതൊക്കെയാണ് 5 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ്. ഇനി ഏതാണ് 5 ടേംസ്? കുറച്ച് മെഷർമെൻറ്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ 5 ടേംസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഏതൊക്കെയാണ് 5 ടേംസ്? ആദ്യം നമ്മൾ ആ വാല്യൂസ് എല്ലാം എഴുതും. പിന്നെയോ മീൻ വാല്യൂ കണ്ടുപിടിക്കും. എല്ലാത്തിനെയും കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മീൻ വാല്യൂ കിട്ടും, അല്ല ആവറേജ് വാല്യൂ കിട്ടും. പിന്നെയോ വി സേ ദർ ഈസ് അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് മെഷർമെൻറ്റ്. അപ്പോൾ ഓരോ മെഷറിലുമുള്ള അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കും. ഇനി ആ അബ്സല്യൂട്ട് എററുകളെല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് മീൻ അബ്സല്യൂട്ട് എറർ കിട്ടും. പിന്നെയോ ഈ മീൻ അബ്സല്യൂട്ട് എററിനെ ആവറേജ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ് എറർ കിട്ടും. നിങ്ങൾ അളക്കുന്ന കാര്യത്തിൻ്റെ 1 സെൻറ്റിമീറ്ററിൽ ഇപ്പോൾ നിങ്ങൾ കിലോഗ്രാമാണ് അളക്കുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ 1 കിലോഗ്രാം അളക്കുമ്പോൾ വരുത്തുന്ന എററാണെന്ത്? റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് എറർ കിട്ടും. ഈ പെർസെൻറ്റേജ് എററും റിലേറ്റീവ് എററും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ പഠിച്ച 5 ടേംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററും മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൂടെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടേബിളിൻ്റെ വിഡ്ത്ത് കിട്ടിയത് വിഡ്ത്ത് ഈസ് ഈക്വൽ 44.16 പ്ലസ് ഓർ മൈനസ് 0.528 centimeter. Just imagine another set of students measured the length of the table also, and the length is equal to, just imagine they have written it as 200 plus or minus 4.8 centimeter എന്നാണ് അവർ പറയുന്നതെന്ന് ഇരിക്കട്ടെ. Tell me, what is the true value of this measurement? The true value is, or the average value is 200. This is the average value.
and tell me what is the mean absolute error in that measurement. The mean absolute error is 4.8. Can you calculate the relative error then? So, relative error is equal to, how do you calculate the relative error? Mean absolute error divided by the true value, that is 200. Correct? And what is the value you are getting? 0.024 എന്ന് കിട്ടും. റിമെമ്പർ റിലേറ്റീവ് എറർ ഹാസ് നോ യൂണിറ്റ്. റിലേറ്റീവ് എറർ യൂണിറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇത് ഏത് യൂണിറ്റിലാണോ ഉള്ളത് അതേ യൂണിറ്റിലാണ് ഈ ക്വാണ്ടിറ്റിയും ഉണ്ടാവുക. അതാണ് ക്യാൻസലായത്. ഓക്കെ, ഇനി പെർസെൻറ്റേജ് എററോ, percentage error is equal to, you can multiply this with 100, so you will get it as 2.4 percentages. ഓക്കെ, അത്രയും പെർസെൻറ്റേജ് എററാണ് ഉള്ളത്. സോ ഒരിക്കൽ കൂടെ നമ്മൾ പഠിച്ച വാക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ വാക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ഫോർഗെറ്റിംഗ് ദാറ്റ്. ഈവൻ ഇഫ് യു ആർ ഫോർഗെറ്റിംഗ് ദാറ്റ്, സ്ലോലി വിൽ റികളക്ട് ഇറ്റ്. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് സച്ച് തിങ്സ്. പിന്നെ ഹോംവർക്ക് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പാഠഭാഗത്ത് തന്നെയുള്ള കാര്യങ്ങളാണ്. വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ 2-7 നന്നായി പഠിക്കുക. അത് ഇതേപോലെ ചെയ്ത് നോക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടേംസ് ഒക്കെ ഒരിക്കൽ കൂടെ കാണും. ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ നന്നായി പഠിക്കുക, എൻജോയ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.